ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നു. ജലപീരങ്കി പോലീസ് പ്രയോഗിച്ചു. ആയിഷത്തുൽ ഷംന വിവരങ്ങളുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും. ഷംന, യാതൊരു രാഷ്ട്രീയ സംഘടനകളുടെയും പിന്തുണയില്ലാതെ ആശമാർ ഒറ്റയ്ക്ക് ആരംഭിച്ച സമരമാണ്. അത് കോൺഗ്രസ് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും അവർ അത്തരം പിന്തുണകൾ വേണ്ട എന്നൊരു നിലപാടിലായിരുന്നു. ഇപ്പോൾ ഇത് കൃത്യമായൊരു രാഷ്ട്രീയ മാനം കൈവരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം എങ്ങനെയാണ് സംഘർഷത്തിലേക്ക് എത്തിയത്? യൂത്ത് കോൺഗ്രസ് ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ ബാരിക്കേഡുകൾ മറികടന്ന് അതിന്റെ മുകളിൽ കയറിയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. അതിനിടയിലാണ് ഈ സംഘർഷമുണ്ടായത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പിന്നീട് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. എന്ത് വന്നാലും ഈ ആശാപ്രവർത്തകർക്ക് നൽകുന്ന പിന്തുണ അതിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ നിലപാട്. ഒപ്പം തന്നെ എന്തൊക്കെ പ്രതിസന്ധികൾ നേരിട്ടാലും തങ്ങൾക്കൊരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു സംഘടനയുടെയോ പിന്തുണ വേണ്ട, ഒറ്റക്കെട്ടായി തന്നെ തങ്ങൾ സമരം നടത്തുമെന്നുള്ള നിലപാടിൽ തൊട്ട് അടുത്ത് തന്നെ ആശാപ്രവർത്തകരും സമരം നടത്തുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ മാനം കൂടി ഇതിന് കൈവരുകയാണ്. നേരത്തെ BJP നേതാക്കൾ ശോഭാ സുരേന്ദ്രനും V മുരളീധരനും അടക്കമുള്ളവർ എത്തിയിരുന്നു. അപ്പോഴും അവരടക്കം ചൂണ്ടിക്കാട്ടിയതും അത് തന്നെയാണ്. ഈ കേന്ദ്രത്തിനെതിരെയാണ് ഇവർ സമരം ചെയ്യുന്നതെങ്കിൽ എന്തിനാണ് CPM-ഉം സർക്കാരും ഇവരെ ഭയപ്പെടുന്നത്? ഇതിനൊരു മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരല്ല ഇവർ നടത്തുന്നതെന്നാണ് ചൂണ്ടിക്കാട്ടിയത് V മുരളീധരൻ. ഇപ്പോൾ യൂത്ത് കോൺഗ്രസും കൂടി സമരത്തിന് ഐക്യദാർഢ്യവുമായി എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സംഘർഷം തന്നെയായിരുന്നു അല്പം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഉണ്ടായിരുന്നത്. ഈ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു, ബാരിക്കേഡുകൾ തകർത്ത് സെക്രട്ടേറിയറ്റിന് അകത്ത് കയറാൻ ശ്രമിച്ചു. അതിനിടയിലാണ് ജലപീരങ്കി പ്രയോഗിക്കുന്നതും വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് പോകുന്നതും. എന്തായാലും സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് ആശാപ്രവർത്തകരും മറ്റ് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തുന്നവരും ഉള്ളത്. ശ്രീജ, ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. തലസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് മുമ്പിലേക്ക് ആശാ വർക്കർമാർ സമരം ചെയ്യുന്ന സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചിരിക്കുകയാണ്. പോലീസ് പലതവണ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. ആശാ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യമെന്ന ബാനർ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് പ്രവർത്തകർ ഇപ്പോൾ അവിടെ നിലകൊള്ളുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോൺഗ്രസ് നേതാക്കളെല്ലാം അവിടെ എത്തി ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. കോൺഗ്രസ് ആ സമരം ഏറ്റെടുക്കുന്നു എന്ന പ്രഖ്യാപനത്തിലേക്ക് വരെ ഇന്നലെ എത്തിയിരുന്നു. പക്ഷെ അപ്പോഴും ഈ സമരത്തിന് ഒരു രാഷ്ട്രീയ മാനമില്ല, മറിച്ച് ഇത് ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി, ജീവിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണെന്ന നിലപാടിലാണ് ആശാപ്രവർത്തകർ തുടരുന്നത്. ഇന്നിപ്പോൾ അത് പ്രത്യക്ഷമായ ഒരു രാഷ്ട്രീയ സമരമായി രാഷ്ട്രീയ സമരത്തിലേക്ക് അത് പോവുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ്
ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യവുമായി എത്തിയത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പോലീസ് വാഹനത്തിന് നേരെ കല്ലെറിയുന്നത് അടക്കമുള്ള നടപടികളുണ്ടാവുന്നു. അതിന് ശേഷമാണ് പോലീസ് വീണ്ടും പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. പ്രവർത്തകരെ അവിടെ നിന്ന് പിരിച്ചുവിടാൻ പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല, അവരവിടെ തന്നെ തുടരുകയാണ്. ഷംന, 3-4 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു, പക്ഷെ പ്രവർത്തകർ അവിടെ തന്നെ തുടരുകയാണ്. ഇപ്പോൾ പല തവണയായി പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു, എന്നിട്ട് പോലും ഈ പ്രവർത്തകർ അവിടുത്തെ മാറുന്നില്ല. കാരണം അവർ പൂർണ്ണ പിന്തുണ ഈ ആശാ വർക്കർമാർക്ക് നൽകുന്നുണ്ട്. ന്യായമായ സമരമാണ് അവരുടെ ആരോപിച്ചുകൊണ്ടാണ് ഈ പിന്തുണ നൽകുന്നത്. ഒപ്പം തന്നെ പിന്നോട്ടില്ല എന്ന് ആവർത്തിക്കുന്നു. പോലീസ് വീണ്ടും ജലപീരങ്കി ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ഈ സമരഭൂമിയിലേക്ക് അങ്ങനെ മുഖ്യമന്ത്രി കടന്നു വരും എന്നുള്ള ഒരു പ്രത്യാശ ഞങ്ങളുടെ മുൻ കേന്ദ്രമന്ത്രി മുരളീധരനെ പോലെ എനിക്കില്ല. എന്താ കാരണം എന്നറിയുമോ? അതിന് മനസാക്ഷി എന്ന് പറയുന്ന ഒരു സംവിധാനം വേണം. മനസാക്ഷിയില്ലാത്ത ഒരു മനുഷ്യൻ ഈ സെക്രട്ടേറിയറ്റിനകത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി മതിലിന് പുറത്തു നിന്ന് അങ്ങോട്ടേക്ക് കസേര ഉൾപ്പെടെ അത് ആ സമരത്തിന് തൊട്ടടുത്താണ്, ആശമാരുടെ സമരവേദിക്ക് തൊട്ടരികിൽ വെച്ചാണ് ഇപ്പോൾ അവിടെ പോലീസുമായി ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ, പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ കസേര ഉൾപ്പെടെ എടുത്ത് അകത്തേക്ക് വലിച്ചെറിയുകയാണ്. ഷംന, കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ ഈ പ്രതിഷേധം എത്തുന്നത്? ഈ ആശാപ്രവർത്തകർ വളരെ സമാധാനപൂർവ്വം 18 ദിവസമായി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് തൊട്ടടുത്താണ് ഈ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു പ്രതിഷേധം. അതുതന്നെയാണ് ഈ സമരം കൂടുതൽ സംഘർഷത്തിലേക്ക് കിടക്കുന്നതെന്നാണ് മനസ്സിലാക്കിയത്. വളരെ സമാധാനപൂർവ്വമായി ആശാ വർക്കർ 18 ദിവസമായി നടത്തുന്ന സമരമായിരുന്നു. അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. അത് നടക്കാതെ വന്നപ്പോൾ അതിൽ പോലീസ് ജലപീരങ്കി ബഹുമാനത്തെ നിലനിർത്തിക്കൊണ്ടാണ് ഇവിടെ മൗനമായി സംയമനത്തോടുകൂടി കുറച്ചു കാര്യങ്ങൾ മാത്രം ഞാൻ സൂചന നൽകുന്നത്. ഇതൊരു നിതാന്തമായിട്ടുള്ള പോരാട്ടം നടത്തിയിട്ട് മാറ്റണമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. ഇതിനെ അവസാനിപ്പിക്കാൻ കേരളം തയ്യാറായില്ലെങ്കിൽ അടുത്ത നടപടികളെ കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും പ്രൗഢമായിട്ടുള്ള സാധിക്കുന്ന ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള ഇവിടുത്തെ മുൻ കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ മുഴുവൻ ആളുകളുണ്ടാകും എന്ന സൂചന നൽകിക്കൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമരത്തിന്